ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, എൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ പോയൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ തുടക്കം തന്നെ ചായ ഗ്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ രാവിലെ നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. 7:30 ആ സമയത്തൊക്കെ അപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ മഞ്ചേരി എത്തിയപ്പോൾ ഒരു കാലി ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ കയറിയതാട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ബസ് കയറി. ഞാനും ഉമ്മാനെയും കൂട്ടിയിട്ടാട്ടോ പോയത്. കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല, അവർക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊന്നും കൂട്ടാതെ ഉമ്മാനെയും കൂട്ടിയിട്ടാട്ടോ പോയത്. അങ്ങനെ ഇതാ പാസ്പോർട്ട് ഓഫീസിലെത്തി. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും കൂടെ പ്രിൻ്റ് എടുക്കാണ്ടായിരുന്നു കേട്ടോ, അല്ലാത്തൊക്കെ റെഡി ആയിന്. അങ്ങനെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും കൂടെ കോപ്പി എടുത്തിട്ട് പിന്നെ അങ്ങനെ ഇതാ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം കിട്ടിയിട്ടുള്ളത് 9:45 അപ്പോൾ ഞാൻ ചെന്നപ്പോൾ 9:15 ക്യൂ ആണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ എന്നെ വിളിച്ചു കേട്ടോ. എൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് December 12 കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുത്തപ്പോഴാണ് എക്സ്പയറി ഡേറ്റ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്തു. എനിക്ക് November 29 കേട്ടോ ഡേറ്റ് കിട്ടിയത് ഇവിടെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഡേറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ November 29 ഇപ്പോൾ ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ക്യൂ ഒക്കെ 9:15 ടൈമിൻ്റെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ 9:45 ടൈമിലുള്ള ആൾക്കാരെ വിളിച്ചു കേട്ടോ. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ സെക്യൂരിറ്റി നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത്. പിന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടെ ഉമ്മയോ ഉപ്പയോ അങ്ങനെ ഉള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. പക്ഷേ അല്ലാതെ പിന്നെ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പാസ്പോർട്ട് പുതിയതായിട്ട് എടുക്കാൻ വരുന്നവരൊക്കെ. അവർക്കൊക്കെ ചിലപ്പോൾ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും, ഇത് ഉള്ളിൽ പോയാൽ എന്താ ചെയ്യുക, ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊക്കെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ പേടിക്കാനൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് വരുന്നവരുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നതിൻ്റെ ആവശ്യം എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ പാസ്പോർട്ട് എടുത്തവർക്കും അതേപോലെ പിന്നെന്താ പറയുക, പുറത്ത് വിദേശത്തൊക്കെ പോകുന്നവർക്കൊന്നും ഇത് സില്ലി മാറ്റർ ആയിരിക്കും. പക്ഷേ ഇതുവരെ ഈ പാസ്പോർട്ട് ഓഫീസ് പോലും കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ഈ ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കായാലും നമ്മൾ ഓരോ സെക്ഷനിലേക്ക് പോവും. അവിടുന്ന് നമ്മൾക്ക് ഇതേപോലെ എന്താ പറയുക ഓരോ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമ്മളെ ഒരു നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് തരും. ആ നമ്പർ ഓരോ കൗണ്ടറിൽ വരും. അപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ കൗണ്ടർക്ക് പോവുകയാണ് ചെയ്യത്. ABC എന്ന് പറഞ്ഞിട്ട് 3 കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് A കൗണ്ടർ പോകണം. അവിടെ ചെന്നിട്ടാണ് നമ്മുടെ ഫോട്ടോ എടുക്കൽ, ഫിംഗർ പ്രിൻറ്റ് ഒക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെയാണ് BC കൗണ്ടർക്ക് പോവുക. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് എന്താ പറയുക, പോയി പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടോ. ഇത് ഇതുവരെ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിങ്ങാണ്ട് അങ്ങനെ ഒരു എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും അവിടെ സത്യം പറഞ്ഞാൽ ക്യാമറ അവിടെ അലൗഡ് അല്ല കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ, സെക്കൻഡുകളുള്ള വീഡിയോ മാത്രം അങ്ങനെ എടുത്തതാണ്. പിന്നെ അപ്പം അങ്ങനെ അവിടുന്ന് എല്ലാം എന്താ പറയുക പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി. പിന്നെ ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 12 മണി 12:30 ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശന്നിട്ടുണ്ട്. രാവിലെ ഒരു എന്താ പറയുക കാലിച്ചായും ഒരു കട്ട്ലേറ്റൊക്കെ കഴിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി കേരള അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ചോറ് മതി പറഞ്ഞിട്ട് അങ്ങനെ ഷവായ റൈസും ഞാനും കുബൂസും ഷവായൊക്കെ എടുത്തിട്ട് കുട്ടികൾക്കും അങ്ങനെ പാർസലൊക്കെ കൊടുത്തിട്ടോ. എന്ത് പുറത്ത് പോയി കഴിക്കണമെന്നുണ്ടെങ്കിലും കുട്ടികളില്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക സങ്കടമാണ് കേട്ടോ. അപ്പോൾ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് അങ്ങനെ പാർസൽ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ എടുത്ത റൈസ് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് മാത്രം ഇട്ട് കഴിച്ചിട്ട് പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് അങ്ങനെ പാർസലാക്കി കൊടുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ November 29 ഞങ്ങൾ പോയത്. പിന്നെ അന്ന് രാത്രി തന്നെ എനിക്ക് കോൾ വന്നു കേട്ടോ, എൻക്വയറി കോൾ വന്നു. ഇവിടെ കരുവാരകുണ്ട് സ്റ്റേഷനിലൊരു സാർ അങ്ങനെ വിളിച്ചത്. അപ്പോൾ അന്ന് തന്നെ എൻക്വയറി വന്ന് പിറ്റേ ദിവസം തന്നെ സാറ് വീട്ടിലേക്ക് വന്ന് എൻക്വയറി ഒക്കെ ചെയ്ത് പോയിട്ടോ. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച പാസ്പോർട്ടിൻ്റെ കൈ കിട്ടിട്ടോ.
അപ്പോൾ പുതിയ പാസ്പോർട്ട് വന്നപ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. അന്ന് 10 വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ ഇതേപോലെ പുതിയ പാസ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഇപ്പോഴും പുതിയ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും എന്താ പറയുക സൗദിക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ.